ഇപ്രാവശ്യം എന്തായാലും ദില്ലി പോകണം രോഹന്റെ കല്യാണത്തിന്. എന്താ ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ ദില്ലി പോകുന്നല്ലേ, കുറച്ച് കറങ്ങിയിട്ട് വന്നേക്കാം. കുറച്ചാൾ അമ്മയുടെ അവിടെ നിന്നിട്ട് വരാം. ആ അമ്മേ, ദില്ലി പോകാൻ എനിക്കും ഇഷ്ടമാണ്. ഇതില് ചിന്തിക്കാൻ എന്താ ഉള്ളേ മോളെ, എന്റെ ചേട്ടന്റെ വീടല്ലേ, കുറച്ചു ദിവസം നമുക്ക് സന്തോഷമായിട്ട് നിക്കാം അവിടെ. ഇവിടെ അമ്മയും കുടുംബവും ദില്ലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ബന്ധുക്കളും ദില്ലിയിലുള്ള രോഹിത്തിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ദില്ലിയിലെത്തി. അങ്ങനെ രോഹന്റെ കല്യാണം കോമൾ എന്ന പെണ്ണിന്റെ കൂടെ നടന്നു. കോമളിന്റെ പേര് മാത്രമേ കോമളുള്ളൂ, പക്ഷെ അവൾ ഭയങ്കര സാധനായിരുന്നു, ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ. കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഹണിമൂണിനും പോയി അവർ അതുപോലെ തിരിച്ചും വന്നു. പക്ഷെ കോമൾ വന്ന് നോക്കുമ്പോ അവളുടെ ബന്ധുക്കാരെല്ലാം പോയിട്ടേയില്ല, അവിടെ തന്നെയുണ്ട്. കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നോ? കശ്മീരിലൊക്കെ പോയി കറങ്ങി വന്നപ്പോ ആപ്പിള് പോലെയായി പെണ്ണ്. ശരി മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ എടുക്ക്. ശരി അമ്മേ, ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. മോളെ ചായ ഉണ്ടാക്കുവാണോ? എന്നാ ഒരു ഗ്ലാസ് എനിക്കും ഉണ്ടാക്കിക്കൊണ്ടുവാ. പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളുടെ വായിലെന്താ, ഞങ്ങളും കുടിക്കും ചായ. അങ്ങനെ ഓരോരുത്തരായിട്ട് കോമളിനോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. കോമളിന്റെ അമ്മായിയും ഒരു വലിയൊരു പാത്രം എടുത്തു കൊടുത്തു. ഇതാ മോളെ, ഇതില് ചായ ഉണ്ടാക്ക്. കോമൾ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ അതിലെ ഇഞ്ചി, ഏലക്ക ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് നല്ല ചായ സ്വാദുള്ളതാക്കി ഉണ്ടാക്കി. അവിടെയുള്ള അതിഥികൾക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. ഓ, എന്ത് ടേസ്റ്റുള്ള ചായ മോളെ നീ ഉണ്ടാക്കിയ, വളരെ സ്വാദുണ്ട് ട്ടോ. അതെ അതെ, ചായ വളരെ നല്ലതായിരുന്നു. അതെ അതെ, ചായ ഇത്രയും സ്വാദോടുണ്ടാക്കുമ്പോ ഭക്ഷണം എങ്ങനെ ഉണ്ടാകും? പിന്നെ കോമൾ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അവളുടെ പിറകെ അവിടത്തെ അമ്മായിയും കൂടെ വന്നു. എന്തിനാ അമ്മായി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നല്ലോ. ഇല്ലില്ല, ഞാനേ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞ പോലെ എന്താ മോൾ ഉണ്ടാക്കുന്നേ? ഞാൻ വിചാരിച്ചു മലായി കോഫ്ത ഉണ്ടാക്കാന്ന്. എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. മലായി കോഫ്ത എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഈ കാലാവസ്ഥയിൽ ചോളത്തിന്റെ റൊട്ടിയും കറിയും കഴിക്കാനാ ഇഷ്ടം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഓ, ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ ഈ കോഫ്ത തന്നെ കഴിക്കാം. ഇല്ല അമ്മായി, കോഫ്ത ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം. അമ്മയ്ക്ക് ഞാനിപ്പോ ഇത് ഉണ്ടാക്കിത്തരാം. ഇന്ന് ചോളത്തിന്റെ റൊട്ടിയും കറിയും ഞാൻ ഉണ്ടാക്കാം അമ്മേ. അമ്മായി അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അടുക്കളയിൽ നിന്ന് തിരിച്ചുപോയി. അപ്പൊ കുറച്ചു കഴിഞ്ഞ് അടുത്ത അമ്മായി അങ്ങോട്ട് വന്നു. മോളെ, മട്ടർ പനീറാണോ ഉണ്ടാക്കുന്നേ? ഇല്ല അമ്മേ, ചോളത്തിന്റെ റൊട്ടിയും കറിയും ഉണ്ടാക്കുന്നേ. എന്തു പറ്റി? അതൊന്നുമില്ല മോളെ, നിന്റെ അമ്മാവനെ ഇതൊന്നും ഇഷ്ടമല്ല. അമ്മാവന് മട്ടർ പനീറും നാനും കഴിക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ? കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെ അടുത്ത അമ്മായും തിരിച്ചുപോയി. പിന്നെ വന്നു ശീതൾ. എന്താ ചേച്ചി, നല്ല മണം വരുന്നുണ്ടല്ലോ, എന്താ ഉണ്ടാക്കുന്നേ? ദൈവത്തിന് നന്ദി, ആരെങ്കിലും വന്നല്ലോ ഒന്ന് സഹായിക്കാൻ. പിന്നെ വെളുത്തുള്ളി ചട്നിയും കൂടി ഉണ്ടാക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് അവരും പോയി. കോമളിന് മനസ്സിലായി അവൾക്ക് എന്താ പറയേണ്ടതെന്ന്. അങ്ങനെ എല്ലാവർക്കും അവൾ ഭക്ഷണം വിളമ്പി. അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോ എല്ലാവരും വേഗം തന്നെ ഭക്ഷണം കഴിച്ചു. അടിപൊളി ഭക്ഷണം, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഭക്ഷണമാണ് നീ ഉണ്ടാക്കിയത്. ഇത്രയും ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുകയാണ് കിടന്നുറങ്ങാൻ. ഞാൻ രാവിലെ മുതൽ ഇരുന്നിട്ടേ വയ്യ, ഞാൻ ഇനി കുറച്ച് കിടക്കട്ടെ. എന്റെ മകൻ ബണ്ടുവിന് ഉറക്കം വരുന്നുണ്ട്, ഞാൻ അവന് ഉറക്കട്ടെ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് എണീറ്റുപോയി. 3 മണിക്കൂറത്തെ എന്റെ അധ്വാനത്തിന് ശേഷം എനിക്ക് കിട്ടിയത് ഒരു റൊട്ടിയും. എല്ലാ ഭക്ഷണം ഇവരെല്ലാം ഒറ്റയ്ക്ക് തീർത്തു. ഇനി എനിക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യവും ഇല്ല. പിറ്റേ ദിവസം രാവിലെ അവൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ കണ്ടത് അവളുടെ അമ്മായി എന്തോ അടുക്കളയിൽ തിരയുന്നതാണ്. എന്തു പറ്റി അമ്മായി, എന്തെങ്കിലും വേണോ? കോമൾ മോളെ, ഇവിടെ കറുവപ്പട്ടയൊന്നും കിട്ടില്ലേ മോളെ? ഉണ്ടല്ലോ അമ്മായി, ഇതേണ്ട ആ കുപ്പിയിലിരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. ഇല്ല ഇല്ല ഇല്ല, അത് എനിക്ക് വേണ്ട മോളെ. നീ ഒരു കാര്യം ചെയ്യ്, ചായ ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് കറുവപ്പട്ട കൂടി ഇട്. അതുകൊണ്ട് ചായയുടെ സ്വാദ് 10 മടങ്ങാകും. ഇതു പറഞ്ഞ് അമ്മായി അവിടെ നിന്ന് മടങ്ങി. കോമൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചായയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോ പ്രഭാത ഭക്ഷണത്തിന്റെ സമയമായി. മരുമകളെ, ഇന്ന് രാത്രിത്തെ ഭക്ഷണത്തിന് ആലു പൊറോട്ട കഴിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നു. അയ്യോ, അതിലിപ്പോ എന്താ കുഴപ്പം? ഇഷ്ടമുള്ളത് കഴിക്കണം. മോൾ ഇപ്പൊ തന്നെ അത് ഉണ്ടാക്കിത്തരും അല്ലേ മോളെ? പക്ഷെ എനിക്ക് സാൻഡ്വിച്ച് കഴിക്കണമെന്നാ തോന്നുന്നേ. എന്നാ ശരി. അങ്ങനെ കോമൾ അടുക്കളയിൽ ചെന്ന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉരുളക്കിഴങ്ങ് കഴുകി വേവിക്കാൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ശീതൾ വന്നു അങ്ങോട്ട്. ചേച്ചി, ഇന്ന് എന്താ ഉണ്ടാക്കുന്നേ? ആലു കി പറാഠെ.
ഹായ് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അയ്യോ, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പറാട്ട കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. എന്റെ അമ്മയ്ക്ക് പടവലങ്ങ തോരനും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടത്. ചേച്ചി അതുണ്ടാക്ക്. കോമളിന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായി. ഇങ്ങനെ ഓരോ അതിഥികളും വന്ന് അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് തിരിച്ചുപോയി. അങ്ങനെ കോമളിന് മനസ്സിനിഷ്ടമുള്ളതൊന്നും കഴിക്കാനും പറ്റാതായി. ആ വീട്ടിലുള്ളവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ വന്ന അതിഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു. അടുക്കള മുഴുവനും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അവർ ഓരോ ദിവസവും അടുക്കളയിൽ വന്ന് അവർക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതെല്ലാം കൊണ്ട് കോമളിന് ഭയങ്കര സങ്കടായി. അമ്മേ, ഞാൻ മടുത്തു അമ്മേ, ഇവിടെ വന്ന അതിഥികളെ സൽക്കരിച്ച് ഞാൻ മടുത്തു. മോളെ, ദൈവത്തിന് തുല്യമാണ് അതിഥികളെന്ന് പറഞ്ഞ നമ്മൾ അവരുടെ സേവ ചെയ്തേ പറ്റൂ. അതല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചത് മോളെ. അമ്മ, ഇവരുടെ സേവ ചെയ്ത് ഞാൻ മടുത്തു. ഇനി എനിക്ക് വയ്യ. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ? എന്റെ കാര്യം വിട്. ഇവിടത്തെ അമ്മയ്ക്കും അച്ഛനും പോലും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടത്തെ അടുക്കള മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലല്ലേ. പോരാത്തതിന് എല്ലാം അവർക്ക് കൈ കൊടുക്കുകയും വേണം. പക്ഷെ പറ്റില്ല, ഇനി വേണ്ട. ഇനി ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കാം കോമൾ ആരാന്ന്. അങ്ങനെ അന്ന് വൈകിട്ട് മുതൽ അതിഥികൾ പറയുന്നതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. മോളെ, നീ വന്നോ അടുക്കളയിലേക്ക്? നിന്നെ കാണാനാ വന്നത്. വൈകിട്ട് 6 മണിയായി, ഇതേവരെ ചായയൊന്നും കിട്ടിയില്ല. ശരി ശരി, പെട്ടെന്ന് ചായ ഉണ്ടാക്ക്. കുറച്ചു കഴിഞ്ഞ് കോമൾ എല്ലാവർക്കും കാലി ചായയുമായി വന്നു. ഇതെന്താ മോളെ കാലി ചായ ഇട്ട് വന്നേ? അമ്മായി, ആരോഗ്യത്തിന് ഇതാ നല്ലത്. പിന്നെ എനിക്കും ഇതാ ഇഷ്ടം. പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എന്റെ ഇഷ്ടത്തിനാവട്ടെന്ന് വെച്ചു. അടുത്തത് ഭക്ഷണത്തിന്റെ കാര്യമായി. കോമൾ അവൾക്ക് ഇഷ്ടപ്പെട്ട മലായി കോഫ്ത ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലെ ബാക്കിയുള്ള അതിഥികളും അടുക്കളയിലേക്ക് വന്നു. അയ്യയ്യോ, ഈ കോഫ്തൊക്കെ കഴിച്ച് എന്റെ വയറ് ചീത്തയാകും. എനിക്ക് മുള്ളങ്കിയുടെ ഇല കൊണ്ടുള്ള കറിയാ വേണ്ടത്. ആണോ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? മുള്ളങ്കിയുടെ ഇല പറിച്ചോണ്ട് വാ, എന്നിട്ട് കറി ഉണ്ടാക്കിക്കോ. ഈ വയസ്സായ ഞാനാണോ ഉണ്ടാക്കണ്ടേ? പറ്റില്ലെങ്കിൽ ശീതളിനോട് ഉണ്ടാക്കാൻ പറയേ. ഞാനോ? ഇല്ല, എനിക്ക് വേറെവരുടെ അടുക്കളയിൽ വന്നിട്ട് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. എത്ര ഉപ്പുമുളക് ഇടണമെന്ന്. എന്നാ കുഴപ്പമില്ല, മലായി കോഫ്ത കഴിക്കേ. കോമൾ അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിഥികൾക്ക് എന്താണോ കഴിക്കാൻ വേണ്ടത് അവരോട് സ്വയം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതിന്റെ അവസാനം എന്തായി? എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാനും തുടങ്ങി. അങ്ങനെ കോമളും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. രജനേ, എടീ രജനേ, വേഗം ഇവിടോട്ട് വാ. അമ്മേ പറഞ്ഞോളൂ. മോളെ, വൈകുന്നേരം നിധി ഇവിടേക്ക് വരുന്നുണ്ട്. ദാമാജിയും പിള്ളാരോടൊപ്പം. ശരി. പിള്ളാരും വരുന്നുണ്ടോ? പിന്നല്ലാതെ, പിള്ളാരെ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റുമോ? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ലമ്മേ. പക്ഷേ അവിടെ നിധി ചേച്ചിയുടെ അമ്മായിയമ്മ അവിടെ പിള്ളാരെ നന്നായി നോക്കില്ലേ? അതുകൊണ്ട്. നീ ഇങ്ങനെ ചിന്തിക്കുന്നത് തീരെ ശരിയായുള്ള കാര്യമല്ല. നീ എന്തിനാ ഈ കുട്ടികളെ ഇങ്ങനെ പേടിക്കുന്നത്? കുട്ടികൾ എന്ത് നിഷ്കളങ്കരാണ്. സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപങ്ങളാണ് അവർ. അയ്യോ, എന്റെ വീട്ടിലും ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീടും സ്വർഗമായി മാറിയനെ. നിധിയെ നോക്ക്, കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ അവർ ഒരു കുടുംബം തന്നെ ഉണ്ടാക്കി. 2 കുട്ടികളുണ്ടായവർക്ക്. അതല്ലാതെ വേറെ എന്താ വേണ്ടത്? എന്താ അമ്മേ, ഇനി മട്ടർ പനീരും രാജ്മ അരിയും ഇതൊന്നും അമ്മയ്ക്ക് വേണ്ടേ? ആലോചിക്ക്. കുട്ടികളുണ്ടായാൽ ഞാൻ പിന്നെ അടുക്കള നോക്കില്ല. അപ്പോൾ എങ്ങനാ കാര്യം? മോളെ, എന്നാൽ നീ ഒരു നല്ല വാർത്ത കേട്ടോളൂ. നീ നിന്റെ അമ്മായിയമ്മയുടെ അരുമ അറിയാൻ പോവാ. നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ വച്ചുണ്ടാക്കിയതെല്ലാം, അതെല്ലാം നിനക്ക് 9 മാസം ഞാൻ ഉണ്ടാക്കി തന്നോളാം. ആണോ? 9 മാസം വരെ? അപ്പോൾ അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടും തരാം. നീ നല്ല കുട്ടികളെത്താ ആദ്യം എനിക്ക്. അതല്ലാതെ വേറെ ഒന്നും നീ എനിക്ക് തരണ്ട. തന്റെ അമ്മായിയമ്മ പറയുന്നത് കേട്ട് രചന ചിരിച്ചു. അവൾ അവിടെ നിന്നും തന്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ അമ്മായിയമ്മ പുറകിൽ നിന്ന് പറഞ്ഞു, എടീ, നീ എങ്ങോട്ടാ പോകുന്നത്? വൈകുന്നേരവും രാത്രിയും എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്ക്. എന്താ അമ്മ ഇപ്പോഴല്ലേ? എടീ, അത് നല്ല വാർത്ത കേട്ടിട്ട് ഞാൻ ചെയ്തു തരാം. അതുവരെ അടുക്കള നിന്റെ മാത്രം ഉത്തരവാദിത്തമാ, മനസ്സിലാക്ക്. വൈകുന്നേരം ചായയോടൊപ്പം നല്ല ഉള്ളിവട ഉണ്ടാക്കിത്താ. പിന്നെ രാത്രി കഴിക്കാൻ മട്ടർ പനീറും മിക്സ് വെച്ചും റൈത്തയും ഉണ്ടാക്ക്. മധുരത്തിന് പരിപ്പിന്റെ ഹൽവയും ഉണ്ടാക്ക്. അമ്മായിയമ്മ പറയുന്നത് കേട്ട് രചന തന്റെ തലയിൽ കൈവച്ച് പിന്നെ അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയ്ക്ക് നേരെ നടന്നുപോയി. എന്നാൽ അവൾ മനസ്സിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാക്കി. രചനയെ, നിനക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ പെട്ടെന്ന് മക്കളെ ഉണ്ടാക്കിയേ പറ്റൂ. രചനയ്ക്ക് തോന്നി മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവളുടെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുമെന്ന്. അന്ന് രാത്രി അവൾ ഇതിനെക്കുറിച്ച് ഭർത്താവ് കിഷനോട് പറഞ്ഞു.
പക്ഷേ പെട്ടെന്ന് കുഞ്ഞിന്റെ കാര്യം എവിടെ നിന്ന് വന്നു? നമ്മളെല്ലാം തീരുമാനിച്ചതല്ലേ ഇതിനെക്കുറിച്ച് 2-3 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കുമെന്ന്. ഹാ, പക്ഷേ ഞാനെന്റെ പ്ലാനങ്ങ് മാറ്റി. അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? ആ, അത് അമ്മ ദിവസവും പറയാറുണ്ട്. തെറ്റായിട്ട് എന്താ ചോദിച്ചത്? ശരിയല്ലേ? ശരിയായ സമയത്ത് കല്യാണം കഴിഞ്ഞാൽ ശരിയായ സമയത്ത് കുട്ടികളും വേണമെന്നല്ലേ? പിന്നെ വല്ല കോംപ്ലിക്കേഷനുമായാൽ എന്തു ചെയ്യും? രചന പറയുന്നത് കിഷനും ശരിയായി തോന്നി. അങ്ങനെ അടുത്ത ദിവസം തന്നെ രണ്ടുപേരും ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോയി. അവളെ പരിശോധിച്ചതിനു ശേഷം രണ്ടുപേരും അവസാനം പാരന്റ്സ് ആവാൻ തീരുമാനിച്ചു. കൃത്യം 2 മാസത്തിനു ശേഷം. അമ്മേ കേട്ടോ, അമ്മ മുത്തശ്ശിയാകാൻ പോകുക. രചന പ്രഗ്നന്റാ. എന്റെ ദൈവമേ, താങ്കൾക്ക് ഒരുപാട് നന്ദി. ഹാ, വേഗം വേഗം വാ എന്റെ മക്കളെ. ഞാൻ ഈ ഒരു ദിവസം കാത്താണ് ജീവിക്കുന്നത്. മോളെ, ഇന്നു മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. നീ ദിവസവും കഴിച്ചും കുടിച്ചും ഇവിടെ വിശ്രമിച്ചോ, കേട്ടോ? അയ്യോ വേണ്ടമ്മേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. എനിക്ക് വരാൻ പോകുന്ന കൊച്ചുമക്കൾക്ക് ഒന്നും സംഭവിക്കരുത്, കേട്ടോ? നീ പോയി നിന്റെ റൂമിൽ വിശ്രമിക്ക്. കാദംബരി എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ചെയ്യാൻ തയ്യാറായി. അവർ പറഞ്ഞതുപോലെ 9 മാസവും രചനയെ കൊണ്ട് വീട്ടിൽ ഒരു പണിയും ചെയ്യിപ്പിച്ചില്ല. അങ്ങനെ രചനയുടെ ഡെലിവറി ദിവസം വന്നു. സന്തോഷിക്കൂ അമ്മേ, നിങ്ങളുടെ വീട്ടിൽ പെൺകുഞ്ഞാണ്. സിസ്റ്റർ, രചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ കുഞ്ഞിന്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ അകത്തു വന്നാൽ കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞ് നഴ്സ് അവിടെ നിന്നും പോയി. കിഷൻ സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നാൽ കാദംബരി ഒന്നും മിണ്ടാതെ നിന്നു. ഇത് കണ്ട് കിഷൻ പറഞ്ഞു, എന്താമ്മേ, എന്തുപറ്റി? ദൈവത്തോട് പിന്നെ നന്ദി പറയാം. ആദ്യം അകത്ത് പോകാം. അമ്മയുടെ കൊച്ചുമോൾ അവിടെ കിടക്കുകയാ. ഇല്ല, ഞാൻ പോകില്ല. നീ സന്തോഷിക്കുന്ന എന്തിനാ? ഞാൻ അവളോട് കൊച്ചുമകനെ ചോദിച്ചപ്പോൾ അവൾ കൊച്ചുമകളെ തന്നിരിക്കുന്നു. അമ്മ എന്തായി പറയുന്നത്? അമ്മയും ഒരു സ്ത്രീയല്ലേ? അമ്മയ്ക്കും ഒരു മകളില്ലേ? എന്നിട്ട് കൊച്ചുമകൾ ജനിച്ചിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? എടാ, നിനക്ക് എന്തറിയാം? നിധി പ്രസവിച്ചപ്പോൾ ഞാനെന്റെ മരുമകളോട് പറഞ്ഞതറിയാമല്ലോ. ഇപ്പോൾ നിനക്കെന്താ വേണ്ടത്? നിന്റെ പെണ്ണുമ്പിളയെ ഞാൻ ആരതി എടുത്ത് ഒഴിയണോ? എനിക്കെല്ലാം അറിയാം. ഇവൾ ചെയ്തതെല്ലാം മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന്. ഇനി മുൻപോട്ട് എന്താകുമോ എന്തോ. അമ്മ മതി, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാ. എനിക്ക് സന്തോഷം കളയാൻ വയ്യ. എല്ലാം പതുക്കെ പതുക്കെ ശരിയായിക്കോളൂ. ഇങ്ങനെ പറഞ്ഞ് കിഷൻ കുഞ്ഞിനെയും അമ്മയും കാണാൻ പോയി. എന്നാൽ കാദംബരി തിരിച്ചു വീട്ടിലേക്ക് പോയി. കിഷൻ തന്റെ അമ്മ ഇങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രചനയ്ക്ക് ഈ അവസ്ഥ വരുമെന്ന് അവളും പ്രതീക്ഷിച്ചില്ല. അമ്മേ, കുഞ്ഞിനെ ഒന്ന് നോക്കമ്മേ പ്ലീസ്. എനിക്ക് നടുവ് വേദനിക്കുന്നു ഇവളെ എടുത്തെടുത്ത്. ഞാനിതിനെന്തിനെടുക്കണം? നിന്റെ കുഞ്ഞിനെ നീ തന്നെ നോക്കണം. ഹാ, എന്നും ഇതിനെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇവിടെ വച്ചിട്ട് പോയി അടുക്കള നോക്ക്. പക്ഷേ അമ്മയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് കൊച്ചുമകനെ വേണമെന്നാ, ഇതിനെയല്ല. നീ എന്താ വിചാരിച്ചത്? ഇതിനുവേണ്ടി നിന്നെ സേവിക്കുമെന്നോ? മറന്നേക്ക്. കാദംബരി രചനയും കുഞ്ഞിനെയും നോക്കാൻ തയ്യാറായതേയില്ല. എന്നാൽ കിഷൻ കാരണം അവർ മിണ്ടിയതേയില്ല. പക്ഷേ അതവർ വിട്ടുകൊടുക്കാൻ തയ്യാറായതേയില്ല. അവൾ മകളെ പ്രസവിച്ചതുകൊണ്ട് രചനയ്ക്കവർ ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മേ, കുഞ്ഞു കിടന്ന് ഉറങ്ങുവാ. അമ്മ വേഗം പറ, ഭക്ഷണം ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. ഞാനത് വേഗം ഉണ്ടാക്കിത്തരാം. ഇന്ന് ചോറിന്റെ കൂടെ മധുരക്കിഴങ്ങ് കറി കൂടെ ഉണ്ടാക്ക്. എനിക്കിന്നത് കഴിക്കാൻ തോന്നുന്നു. പക്ഷെ അമ്മേ, അത് ഉണ്ടാക്കാൻ ഒരുപാട് സമയമാകില്ലേ കുഞ്ഞ്? അപ്പോ നിന്റെ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കണ്ടേ? നോക്കിക്കേ, എന്റെ അടുത്ത് നിന്റെ നാടകമൊന്നും നടക്കില്ല. എടി, ഞാനും പിള്ളാരെ നോക്കിയിട്ടുണ്ട്. അടുക്കള നോക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാം നടക്കും. ഞാൻ നിന്നെപ്പോലെ മടിച്ചിയൊന്നും ആയിരുന്നില്ല. കാദംബരി അവളുടെ കുഞ്ഞിനെ നോക്കാൻ സഹായിച്ചതുമില്ല, അതുപോലെ വീട്ടിലെ കാര്യവും നോക്കിയില്ല. അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് രചനയ്ക്ക് കൂടുതൽ പണികൾ കൊടുത്തു. രചന ഇതിൽ ഒരുപാട് തളർന്നിരുന്നു. എന്നാൽ വീണ്ടും വീട്ടിൽ ശാന്തത വരുത്താൻ വേണ്ടി അവൾ കിഷനോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവൾ ഒറ്റയ്ക്ക് ചെയ്തു. പതുക്കെ പതുക്കെ അവൾ തന്റെ കുഞ്ഞിനെ ഒക്കത്തും എടുത്തു വെച്ചുകൊണ്ട് അടുക്കളയിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാ ദിവസവും പാചകം ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, രചനെ, നീ എവിടെയാ? വേഗം വാ. എന്തുപറ്റി? എന്താ കുഴപ്പം? എന്തു കുഴപ്പം? ഇനി ഒരു കുഴപ്പമില്ലെന്നേ. നീ ബാങ്കിന്റെ ഒരു എക്സാം എഴുതിയിരുന്നില്ലേ? അതിന്റെ റിസൾട്ട് വന്നു. നിനക്ക് ജോലി കിട്ടി. ഇതാ നിന്റെ ഓഫർ ലെറ്റർ. പക്ഷേ ഞാനിതെങ്ങനെ ചെയ്യും? കുഞ്ഞും വളരെ കൊച്ചുകുട്ടിയല്ലേ, വീടും നോക്കണ്ടേ? നീ ഇനി ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ ഇനി മുതൽ സന്തോഷിച്ചോ. ഈ വീട്ടിൽ നിനക്ക് നടക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ദൈവം എല്ലാം കാണുന്നുണ്ട് രചനെ. നിന്റെ പോസ്റ്റിംഗ് ആ നഗരത്തിലാ. എവിടെയാണോ എന്റെ ബോസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നിടത്ത്. ഇനി നമ്മൾ ഇവിടെ താമസിക്കണ്ട. നീയും ഞാനും എന്നേക്കും ഇവിടെ നിന്ന് പോകുക. കുഞ്ഞിന്റെ കാര്യവും ഓർത്ത് നീ വിഷമിക്കണ്ട.
നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ഫുൾ ടൈം ഒരു മെയ്ഡിനെ നമുക്ക് വെക്കാം. കിഷൻ ഇത് പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് കേട്ട കാദംബരി അവനോട് പറഞ്ഞു, എടാ എടാ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിനക്ക് വട്ടായോ? ഞാനുള്ളപ്പോൾ നീ എന്തിനാ വേറെ വേലക്കാരിയൊക്കെ വെക്കുന്നത്? മോളെ, നീ ആ കുഞ്ഞിനെ എനിക്കിങ്ങ് താ. ആദ്യം നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. നിക്ക്, നീ ഇവിടെ ഇരിക്കി. ഞാൻ പോയി മോൾക്ക് കുറച്ച് മധുരമുണ്ടാക്കിക്കൊണ്ടുവരാം. കാദംബരിയുടെ മാറിയ സ്വഭാവം കണ്ട് രചനയുടെ വാ തുറന്നു. അവളുടെ അടുത്തു നിന്ന കിഷൻ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിനു ശേഷം രചനയ്ക്ക് വളരെ സമാധാനമായി. ഇനി കുഞ്ഞിന്റെ ടെൻഷനുമില്ല, പിന്നെ അടുക്കളയുടേതും രാവിലെയും രാത്രിയും നിന്ന് പാചകം ചെയ്യുന്നത്. Thanks for watching.